5 തരം സദ്യാവിഭവങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. ഇഞ്ചിക്കറി കാണിക്കുന്നുണ്ട്, ഓലൻ കാണിക്കുന്നുണ്ട്, ഇഞ്ചിത്തൈര്, അതുപോലെ 2 തരം പച്ചടികളും. അപ്പോൾ പച്ചടികളിൽ തുടങ്ങിയാലോ? അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു വെള്ളരിക്ക പച്ചടിയുടെ റെസിപ്പി തരാം. അതിനായിട്ട് ഈ വലുപ്പത്തിലുള്ള വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞു വരുമ്പോൾ ഏതാണ്ട് 1.5 കപ്പോളം ഉണ്ട്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസോളം വെള്ളവും 1 സ്പൂൺ ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതിലേക്ക് ചേർക്കാനുള്ള അരപ്പിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 1/2 സ്പൂൺ നല്ല ജീരകവും എരിവിനാവശ്യമായിട്ട് 2 പച്ചമുളകും ചേർത്ത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്താണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഇത് നന്നായിട്ട് അരച്ച ശേഷം വേണം നമ്മൾ അതിലേക്ക് കടുക് ചേർക്കാൻ. 1/2 സ്പൂൺ കടുക് ചേർത്ത് 1-2 തവണ ഒന്നങ്ങ് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കടുക് വല്ലാതെ അങ്ങ് അരഞ്ഞു പോവണ്ട. ഈ അരപ്പ് നമ്മൾ വെന്തിരിക്കുന്ന വെള്ളരിക്കയിലേക്ക് ചേർത്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കണം. 1 കപ്പാണ് കട്ട തൈര് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഉടച്ച ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. തൈര് ചേർത്ത ശേഷം വല്ലാതെ അങ്ങ് തിളച്ച് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി കടുക് താളിച്ചുകൂടെ ചേർത്താൽ നമ്മുടെ വെള്ളരിക്ക പച്ചടി റെഡി. അടുത്തത് ഒരു വെണ്ടയ്ക്ക പച്ചടിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 250 ഗ്രാം വെണ്ടയ്ക്ക ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പും 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണേ. ഇനി നമുക്കൊരു 1/2 കപ്പ് തേങ്ങ, 1/2 സ്പൂൺ ജീരകവും 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ കടുക് ചേർക്കാം. കടുക് ചേർത്തിട്ട് വല്ലാതെ അങ്ങ് അരയ്ക്കരുത്, ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ആ കടുകൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടാനേ പാടുള്ളൂ. ഇനി നമുക്കൊരു 1.5 കപ്പ് തൈര്, 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് കൂടെ താളിച്ചിടണം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് പൊട്ടിച്ച ശേഷം ഉണക്കമുളകും കൂടെ ചേർത്ത് താളിച്ച് അതുകൂടെ ചേർത്തങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി റെഡിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. നല്ല എരിവും മധുരവും പുളിയൊക്കെയുള്ള സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അതിനായിട്ട് 200 ഗ്രാം ഇഞ്ചി മണ്ണൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ പൊടിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 20ഓളം കുഞ്ഞുള്ളിയും ഒരു 3-4 പച്ചമുളകും 1 തണ്ട് കറിവേപ്പില എടുക്കാം. ഇനി ചട്ടിയിൽ ഒരു 6-7 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടെ നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കാം. ഒരു 1/4 സ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് വറുക്കണേ. ഈ ഒരു പരുവത്തിന് കിട്ടണം. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ വീതം ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് മസാലയുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി 1 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞ ശേഷം അരിച്ചെടുത്ത് അതും ചേർക്കാം. ഞാൻ ഇതിലേക്ക് തന്നെ 1/2 കപ്പ് ശർക്കര പൊടിച്ചതും കൂടെ ചേർക്കുകയാണ്. കല്ലും മണ്ണൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ പാനിയാക്കിയ ശേഷം അരിച്ചു വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വറ്റി വന്നാൽ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയാണ്. സിമ്പിൾ അല്ലേ? ട്രൈ ചെയ്ത് നോക്കണേ. സാമ്പാർ രാജാവാണെങ്കിൽ ഓലൻ മന്ത്രി എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. സദ്യാവിഭവങ്ങളിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണല്ലേ ഓലൻ. ചെറുതായിട്ടെറിഞ്ഞ കുമ്പളങ്ങ കഷ്ണങ്ങളുടെ കൂടെ പച്ചമുളക്, കറിവേപ്പില, ഉപ്പ് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് കഷ്ണങ്ങൾ ഉടയാതെ വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളപ്പയർ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തേങ്ങയുടെ 1/4 പാല് ചേർക്കാം. നല്ല കട്ടിപ്പാല് ചേർക്കണേ. ഏറ്റവും അവസാനം 1 തണ്ട് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് ഒന്നങ്ങ് ഇളക്കിയെടുത്താൽ നമ്മുടെ ഓലൻ റെഡിയാണ്. സദ്യ വിഭവങ്ങളിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഒരു ഐറ്റം എന്ന് തന്നെ ഞാൻ പറയും ഇഞ്ചിത്തൈര്. സദ്യക്കൊക്കെ നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് വയറിനുണ്ടാവുന്ന ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ ഇഞ്ചിത്തൈര് സഹായിക്കും. പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചിയിലേക്ക് പച്ചമുളക്, കറിവേപ്പില, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 15 മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് നല്ല കട്ട തൈര് കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ഇഞ്ചിത്തൈര് റെഡിയാണ്. അപ്പൊ ഇത്തവണത്തെ സദ്യക്ക് നിർബന്ധമായും ഇഞ്ചിത്തൈര് കൂടെ ഉൾപ്പെടുത്തണേ.